എന്തുകൊണ്ടാണ് ഈ ഗെയിമുകൾ കുട്ടികൾക്കിടയിൽ പോപ്പുലറായത്? ഹലോ ഫ്രണ്ട്സ്, വീഡിയോ ഗെയിംസ് കളിക്കാത്തവരായി ആരെങ്കിലുമുണ്ടോ? കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട ടോപ്പ് 10 വീഡിയോ ഗെയിംസിന്റെ വിശേഷങ്ങളുമായാണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ലോകം മുഴുവനുമുള്ള കുട്ടികളുടെ മനസ്സ് കീഴടക്കിയ വീഡിയോ ഗെയിമുകളുടെ വിശേഷങ്ങൾ അറിയാനായി എപ്പിസോഡ് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. എന്നാ പോന്നോളൂ. നമ്പർ 10, മൈൻക്രാഫ്റ്റ്. സ്വീഡിഷ് വീഡിയോ ഗെയിം ഡെവലപ്പറായ മാർക്കസ് പെർസൺ നിർമ്മിച്ച് 2009 പുറത്തിറങ്ങിയ വളരെ പോപ്പുലറായ വീഡിയോ ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. ഇതൊരു ഫൺ ആൻഡ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പിംഗ് ഗെയിമാണ്. നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് സാൻഡ് ബോക്സ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ബിൽഡിങ്ങുകൾ പണിയാം. വേണമെങ്കിൽ ഒരു ഫാം തന്നെ സെറ്റ് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കൺസ്ട്രക്ഷൻ ഗെയിമാണിത്. എനിക്കിതിൽ മൈക്കിയെയും ജെജെയുമാണ് ഇഷ്ടം. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണ്? ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 140 മില്യൺ ആക്റ്റീവ് പ്ലെയേഴ്സ് ആണ് ഈ ഗെയിമിനുള്ളത്. പ്രതിവർഷം $400 മില്യൺ മൈൻക്രാഫ്റ്റിന്റെ വരുമാനം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വീഡിയോ ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. ഏതാണ്ട് 300 മില്യണിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സ് കവർന്ന വീഡിയോ ഗെയിം ഏതാണെന്ന് പറയാൻ മടിക്കരുതേ. നമ്പർ 9, ട്വർക്ക് റേസ് 3D. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട വളരെ രസകരമായ മറ്റൊരു ഗെയിമാണ് ട്വർക്ക് റേസ് 3D. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു റേസിംഗ് ഗെയിമാണ്. പക്ഷേ ഒരു ഫൺ റേസ് ആണെന്ന് മാത്രം. ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഈ സുന്ദരി പെണ്ണിനെ കണ്ടില്ലേ? ഓരോ ലെവലിലുമുള്ള മാക്സിമം ഹാൻഡ്ബർഗ്സ് നമ്മൾ കളക്ട് ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഫുഡ് കഴിച്ചാൽ വീർക്കുന്നത് വയറായിരിക്കും. എന്നാൽ ഇവിടെ കഴിക്കുന്നതിനനുസരിച്ച് വീർക്കുന്നത് ആ കൊച്ചിന്റെ ബട്ടക്സ് ആണ്. ദേ, എന്ത് തിന്നാലും വീർക്കുന്ന ബട്ടക്സ് കണ്ടില്ലേ? ഓരോ ലെവലിന്റെയും അവസാനം ട്വർക്ക് ബാറ്റൽ ഉണ്ടായിരിക്കും. അതെന്താണ് സംഭവം എന്നറിയാമോ? ദേ, ഇതുപോലെ ഹാൻഡ്ബർഗ്സ് കഴിച്ച് വീർത്ത ബട്ടക്സ് കൊണ്ട് നടത്തുന്ന പൊരിഞ്ഞ പോരാട്ടമാണ് മക്കളെ ട്വർക്ക് ബാറ്റൽ. എന്തായാലും നിങ്ങളുടെ ബോറടി മാറ്റാനും ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാനും പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ട്വർക്ക് റേസ് 3D. ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നേ. വീഡിയോ ഗെയിം വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് പൂശിക്കോ. നമ്പർ 8, റോബ്ലോക്സ്. മൈൻക്രാഫ്റ്റ് പോലെ തന്നെ വളരെ പോപ്പുലറായ മറ്റൊരു ഗെയിമാണ് റോബ്ലോക്സ്. ഒരു അൾട്ടിമേറ്റ് വെർച്വൽ യൂണിവേഴ്സ് ആണ് റോബ്ലോക്സ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുന്ന ദശലക്ഷക്കണക്കിന് വ്യത്യസ്ത ഗെയിം മോഡുകളുള്ള ഒരു അടിപൊളി ഫൺ ഗെയിമാണ് റോബ്ലോക്സ്. ഉപയോക്താക്കൾക്ക് അവരുടേതായ ഒരു ഗെയിം വേൾഡ് സൃഷ്ടിക്കാൻ കഴിയുന്ന ഗെയിമാണ് റോബ്ലോക്സ്. വെപ്പൺസ്, നാവിഗേഷൻ ടൂൾസ്, കെട്ടിടങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം പൂർണ്ണമായും നിർമ്മിക്കാൻ കഴിയും. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ? റോബ്ലോക്സിന്റെ സ്ഥാപകനും സിഇഒയുമാണ് ഡേവിഡ് ബസൂക്കി. കാലിഫോർണിയയിലെ സാൻ മറ്റിയോ ആസ്ഥാനമുള്ള ഒരു അമേരിക്കൻ വീഡിയോ ഗെയിം ഡെവലപ്പറാണ് റോബ്ലോക്സ് കോർപ്പറേഷൻ. റോബ്ലോക്സിൽ ലുവ എന്ന കോഡിംഗ് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 220 കോടി രൂപയാണ് ബസൂക്കിയുടെ വരുമാനം. നമ്പർ 7, ഫ്രീ ഫയർ. കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും തരംഗമായി മാറിയ ഒരു അടിപൊളി ഗെയിമാണ് ഫ്രീ ഫയർ. ഗാരനയുടെ സ്ഥാപകനും സിഇഒയുമായ ഫോറസ്റ്റ് ലീ 2017 ആഗോളതലത്തിൽ പ്രശസ്തമായ ഫ്രീ ഫയർ വികസിപ്പിച്ചെടുത്തത്. ആൻഡ്രോയിഡ്, iOS എന്നിവയ്ക്കായി ഗരേന വികസിപ്പിച്ച് പ്രസിദ്ധീകരിച്ച ഒരു മൾട്ടിപ്ലെയർ ബാറ്റിൽ റോയൽ ഗെയിമാണ് ഫ്രീ ഫയർ. ഗെയിമിൽ 50 മുതൽ 60 കളിക്കാർ ഒരു ദ്വീപിലേക്ക് പാരഷ്യൂട്ട് ചെയ്യുകയും മറ്റുള്ളവരെ കൊല്ലാൻ ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നു. യുദ്ധഭൂമിയിലെ പോരാളിയുടെ ചലനങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും കളിക്കാരന്റെ കയ്യിലായിരിക്കും. ഫയർ ബട്ടൺ ഷൂട്ട് ചെയ്യാനും ബോംബുകളും മറ്റും എറിയാനും കളിക്കാരനെ അനുവദിക്കുന്നു. ചാടുക, എഴയുക, കിടക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കഥാപാത്രത്തിന് ചെയ്യാൻ കഴിയും. ഗെയിം പ്ലേ സമയത്ത് കേടുപാടുകളിൽ നിന്നും പരിരക്ഷിക്കുന്നതിന് കളിക്കാർക്ക് ഗ്ലൂ വാൾ ഗ്രനേഡ് ഒരു കവറായി ഉപയോഗിക്കാം. 2021 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ 8ാമത്തെ മൊബൈൽ ഗെയിമായി ഫ്രീ ഫയർ മാറി. 4200 കോടിയായിരുന്നു 2023 ഫ്രീ ഫയറിന്റെ നെറ്റ് വർത്ത്. നിങ്ങളും ഒരു ഫ്രീ ഫയർ ലവർ ആണോ? കമന്റ് ചെയ്യൂ. നമ്പർ 6, ടോക്ക കിച്ചൻ. മുറ്റത്ത് മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്ന ഒരു കുട്ടിക്കാലമൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ടായിരിക്കുമല്ലേ? പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് വല്ലതും അറിയാമോ? അവർക്ക് മുറ്റത്തിറങ്ങി മണ്ണപ്പം ചുടുന്നതിനേക്കാൾ താല്പര്യം മൊബൈലിൽ ടോക്ക കിച്ചൻ ഗെയിം കളിക്കുന്നതാണ്. ഒരു വെർച്വൽ അടുക്കളയിൽ നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും പാചകം ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ക്രിയേറ്റീവ് വീഡിയോ ഗെയിമാണ് ടോക്ക കിച്ചൻ. ഈ ഗെയിമിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും കുക്ക് ചെയ്യാമെന്ന് മാത്രമല്ല, എന്ത് കടുത്ത പാചക പരീക്ഷണങ്ങളും നടത്തി കസ്റ്റമറെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം. എമിൽ ഓമാർ, ജോൺ ജെഫ്രി എന്നിവർ ചേർന്ന് 2010 ഈ ഗെയിം വികസിപ്പിച്ചെടുത്തത്. 174.8 മില്യണിലധികം വരുമാനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഗെയിം ട്രൈ ചെയ്തവർ ഇവിടെ കമോൺ. ഇന്നത്തെ കാലത്ത് പണമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി വീഡിയോ ഗെയിമിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്പർ 5, ലെഗോ ലെഗസി.
പിപ് ടൗൺ എന്ന സാങ്കല്പിക നഗരത്തിൽ നടക്കുന്ന ഒരു ബാറ്റിൽ ഗെയിമാണ് ലെഗോ ലെഗസി. ഓരോ ക്യാരക്ടേഴ്സിനും പ്രത്യേക പവറുകൾ ഉണ്ടായിരിക്കും. കളിക്കാർക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് ടീം ഫോം ചെയ്ത് യുദ്ധം ചെയ്യാം. ഓരോ ലെഗോ സെറ്റുകൾ അൺലോക്ക് ചെയ്യുമ്പോഴും ഓരോ ക്യാരക്ടേഴ്സിന്റെയും കഴിവുകൾ എൻഹാൻസ് ചെയ്യപ്പെടുന്നു. 2019 ഗെയിം ലോഫ്റ്റ് ആണ് ഈ വീഡിയോ ഗെയിം വികസിപ്പിച്ചെടുത്തത്. വളരെ കളർഫുള്ളായ ഈ വീഡിയോ ഗെയിമിന്റെ ഗ്രാഫിക്സ് മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാവുന്ന ഒരു അടിപൊളി ഗെയിമാണ് ലെഗോ ലെഗസി. വരുമാനത്തിന്റെ കാര്യത്തിലും കമ്പനി ഒട്ടും പിന്നിലല്ല. 2023 കണക്ക് പ്രകാരം 8.8 മില്യൺ യൂറോസ് ആയിരുന്നു കമ്പനിയുടെ ടേൺ ഓവർ. മിനിയൻ റഷ്. ഗെയിം ലോഫ്റ്റ് കമ്പനി തന്നെ വികസിപ്പിച്ചെടുത്ത രസകരമായ മറ്റൊരു ഗെയിമാണ് മിനിയൻ റഷ്. മാക്സിമം ബനാനാസ് കളക്ട് ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാന ടാസ്ക്. പേര് പോലെ തന്നെ മിനിയൻ ആണ് ഇതിലെ പ്ലെയർ. ഒരു റേസിംഗ് ഗെയിം പോലെ തന്നെയാണിത്. ബനാനാസ് കളക്ട് ചെയ്യുന്നതിനോടൊപ്പം കോയിനുകളും കോസ്റ്റ്യൂം കാർഡുകളും ലഭിക്കും. കിട്ടുന്ന കോസ്റ്റ്യൂം കാർഡ് ഉപയോഗിച്ച് മിനിയനിനെ അണിയിച്ചൊരുക്കി കുട്ടപ്പനാക്കാം. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട മിനിയൻ റഷ് സാമ്പത്തികമായും ഏറെ നേട്ടമുണ്ടാക്കിയ വീഡിയോ ഗെയിം തന്നെയാണ്. വെറും 8 വർഷം കൊണ്ട് 1 ബില്യണിലധികം ആളുകളാണ് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തത്. 3 കോടിയോളം രൂപയാണ് ഇവരുടെ നെറ്റ് വർത്ത് ആകുന്നത്. ഹംഗ്രി ഷാർക്ക് വേൾഡ്. അടുത്ത ഒരു കിടുക്കാച്ചി ഗെയിം പരിചയപ്പെട്ടാലോ? ഫ്യൂച്ചർ ഗെയിംസ് ഓഫ് ലണ്ടൻ നിർമ്മിച്ച ഹംഗ്രി ഷാർക്ക് വേൾഡ് 2016 പുറത്തിറങ്ങിയത്. ഒരു അക്വാറ്റിക് അഡ്വഞ്ചർ ഗെയിമായ ഇതിൽ കളിക്കാരൻ ഒരു ഷാർക്കിനെ നിയന്ത്രിക്കുന്നു. കടലിനടിയിലെ വൈവിധ്യമാർന്ന ജലജീവികൾക്കിടയിലൂടെയാണ് ഷാർക്കിന്റെ സഞ്ചാരം. ഇരകളെ തിന്നുന്നത് വഴി ഷാർക്ക് കൂടുതൽ വലുതും ശക്തനുമായിക്കൊണ്ടിരിക്കുന്നു. മാക്സിമം സർവൈവ് ചെയ്യുന്നതിനോടൊപ്പം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയും കോയിൻസ് കളക്ട് ചെയ്യുകയും വേണം. ടീനേജേഴ്സിന് വേണ്ടി യുബിസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഗെയിമാണിത്. വെസ് ഗുല്ലെമോട്ട് ആണ് ഇതിന്റെ സ്ഥാപകൻ. നമ്പർ 4 സബ്വേ സർഫേഴ്സ്. ഒരു ക്ലാസിക് റണ്ണിംഗ് ഗെയിമാണ് സബ്വേ സർഫേഴ്സ്. ജേക്ക് ആണ് ഇതിലെ പ്ലെയർ. ഒരു ഇൻസ്പെക്ടറിൽ നിന്നും അയാളുടെ നായയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടാണ് ജേക്ക് ഓടുന്നത്. ഇതിനിടയിൽ പല തടസ്സങ്ങളും ഉണ്ടാകാം. കോയിൻസ് കളക്ട് ചെയ്യാം. ഇതെല്ലാമാണ് സബ്വേ സർഫേഴ്സിലെ ആകർഷണങ്ങൾ. ഈ ഇൻഫിനിറ്റ് റണ്ണിംഗ് ഗെയിം കുട്ടികളുടെയും മുതിർന്നവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വീഡിയോ ഗെയിമാണ്. സിൽവസ്റ്റർ റിഷോ ജെൻസൻ, ബോഡി ജാൻ മുള്ളിനർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ഗെയിം 2012 ഡെൻമാർക്ക് ബേസ്ഡ് കമ്പനിയായ സൈബോയാണ് സബ്വേ സർഫേഴ്സ് ലോഞ്ച് ചെയ്തത്. ഇന്നും ഏറ്റവും പോപ്പുലറായ ഓൺലൈൻ ഗെയിമുകളിൽ ഒന്നായി ഇത് തുടരുന്നു. $100 മില്യൺ ആണത്രേ ഇതിന്റെ നെറ്റ്വർത്ത്. 4 ബില്യണിലധികം ആളുകൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ 4 ബില്യണിൽ ഒരാൾ നിങ്ങളാണോ? നമ്പർ 3 കാൻഡി ക്രഷ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ ഇവനെ വെല്ലാൻ മറ്റൊരു ഗെയിം ഇല്ലെന്ന് തന്നെ പറയാം. ഏതാണ് ആ ഗെയിമെന്ന് മനസ്സിലായോ? യെസ്, അത് തന്നെ, നമ്മുടെ സ്വന്തം കാൻഡി ക്രഷ്. റിക്കാർഡോ സക്കൂനി എന്ന ഇറ്റാലിയൻ വീഡിയോ ഗെയിം ഡെവലപ്പറാണ് കാൻഡി ക്രഷ് സാഗ വികസിപ്പിച്ചെടുത്തത്. കാൻഡി ക്രഷ് സാഗ 2012 ഏപ്രിൽ 12 കിങ് പുറത്തിറക്കിയ ഒരു ഫ്രീ ടു പ്ലേ ടൈൽ മാച്ചിംഗ് വീഡിയോ ഗെയിമാണ്. ഒരേപോലുള്ള അല്ലെങ്കിൽ ഒരേ നിറത്തിലുള്ള 2ലധികം ക്യാൻഡികൾ ഒരേ നിരയിൽ വന്നാൽ ക്യാൻഡികൾ ബ്രേക്ക് ആവുകയും സ്കോർ കൂടുകയും ചെയ്യും. ഓരോ ലെവൽ കഴിയുന്തോറും ഗെയിമിന്റെ കടുപ്പവും കൂടി വരും. 16,730ഓളം ലെവലുകളാണ് നിലവിൽ ഈ ഗെയിമിനുള്ളത്. ബോർ അടിച്ചിരിക്കുന്ന സമയങ്ങളിൽ നേരം കളയാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് കാൻഡി ക്രഷ് സാഗ. 2023 കണക്കുകൾ അനുസരിച്ച് ഏകദേശം $20 ബില്യണിലധികം ആണ് കാൻഡി ക്രഷ് സാഗയുടെ നെറ്റ് വർത്തായി മാറിയത്. ഇനി പറയൂ, നിങ്ങളിപ്പോൾ എത്രാമത്തെ ലെവലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? കമന്റ് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ വിരലമർത്തൂ. നമ്പർ 2 ഡ്രസ് അപ്പ്. കുട്ടികളായിരിക്കുമ്പോൾ നമുക്കേറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പാവക്കുട്ടികളെ അണിയിച്ചൊരുക്കുന്നത്. കാലം മാറിയില്ലേ? പഴയ കളികളൊക്കെ ഇപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയി. അതിനൊരു ഉദാഹരണമാണ് ഡ്രസ് അപ്പ് എന്ന വീഡിയോ ഗെയിം. ഒരു വെർച്വൽ ക്യാരക്ടറിനെ നമ്മുടെ ഇഷ്ടത്തിന് അണിയിച്ചൊരുക്കുന്നതാണ് ഈ ഗെയിം. ചുമ്മാ ഡ്രസ് ഇട്ട് കൊടുക്കൽ മാത്രമല്ല, ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും റാം വാക്ക് നടത്താനും സാധിക്കും. സംഭവം ഒരല്പം കുട്ടിക്കളിയാണെങ്കിലും $100 മില്യൺ ആണ് ഈ ഗെയിമിന്റെ വരുമാനം. നമ്പർ 1 മിസ്റ്റർ ബീസ്റ്റ് ഗെയിമർ. ജെയിംസ് സ്റ്റീഫൻ ജിമ്മി ഡൊണാൾഡ്സൺ അഥവാ മിസ്റ്റർ ബീസ്റ്റ് 265 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് അദ്ദേഹം. വെറും 26 വയസ്സുള്ള മിസ്റ്റർ ബീസ്റ്റ് യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും ഏറെ പോപ്പുലറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ചലഞ്ചിങ് വീഡിയോസ് ചെയ്തുകൊണ്ടാണ് മിസ്റ്റർ ബീസ്റ്റ് ഇത്രയധികം ജനപ്രീതി സമ്പാദിച്ചത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഗിവ് അവേകളും മിസ്റ്റർ ബീസ്റ്റ് നടത്താറുണ്ട്. താൻ കൊടുക്കുന്ന ഓരോ ചലഞ്ചിന്റെയും വിജയികൾക്ക് വലിയ തുകയാണ് സമ്മാനമായി നൽകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മിസ്റ്റർ ബീസ്റ്റിനെ എല്ലാവർക്കും ഇഷ്ടം. ഷാർക്കിനോടൊപ്പം നീന്തിയാൽ $1,00,000 നൽകുക, പിസ്സ ഡെലിവറി ബോയ്ക്ക് കാർ ടിപ്പായി നൽകുക,
എന്തിനേറെ ഒരു വീട് തന്നെ ഗിവ് അവേ ആയി നൽകുക തുടങ്ങിയ ഭ്രാന്തമായ ചില രീതികളാണ് മിസ്റ്റർ ബീസ്റ്റ് ഫോളോ ചെയ്യുന്നത്. ഒരു ചലഞ്ചിൽ പ്രൈവറ്റ് ജെറ്റ് ഗിഫ്റ്റായി നൽകുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അയാൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനു പകരം നമ്മുടെ ബീസ്റ്റ് തുല്യമായ ക്യാഷ് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ TV ചാനലുകാർ ജിമ്മിയെ കണ്ടൊന്ന് പഠിക്കണം അല്ലേ? ലാംബോഗിനി, ടെസ്ല തുടങ്ങി സ്വന്തമായി അത്യാഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ മിസ്റ്റർ ബീസ്റ്റിനുണ്ട്. അസാധ്യ ഹ്യൂമർ സെൻസും എൻഗേജിംഗ് അവതരണ ശൈലിയും കൊണ്ടാണ് മിസ്റ്റർ ബീസ്റ്റിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫേവറേറ്റ് വീഡിയോ ഗെയിം ഏതാണെന്ന് കൂടി കമന്റ് ചെയ്യുക. മറ്റൊരു വെറൈറ്റി എപ്പിസോഡുമായി ഉടനെ കാണാം. See you soon.